ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ദ വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആയിരുന്നു അല്ലേ? അതിൻ്റെ 2 പാർട്ട് കംപ്ലീറ്റ് ആയി. ദിസ് ഇസ് ദ ഫൈനൽ പാർട്ട്, തേർഡ് പാർട്ടാണ്. ഇതോടുകൂടി നമ്മൾ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് പോലെ സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നമ്മൾ പഠിക്കുന്നത്. സ്കാറ്ററിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കാറ്ററിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീഡിയത്തിൽ കൂടെ ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ ഒരുപാട് പാർട്ടിക്കിൾസ് ആ മീഡിയത്തിൽ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, സൂര്യനിൽ നിന്നും അറ്റ്മോസ്ഫിയറിലേക്ക്, എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിലേക്ക് സൺലൈറ്റ് കടന്നു കഴിഞ്ഞാൽ ആ സൺലൈറ്റ് അതിലെ ഒത്തിരി പാർട്ടിക്കിൾസിനെ എൻകൗണ്ടർ ചെയ്യേണ്ടി വരും അല്ലേ? വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാവും, ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവും, അതുപോലെ തന്നെ എയർ മോളിക്യൂൾസ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ പാർട്ടിക്കിൾസിനെയും ആര് എൻകൗണ്ടർ ചെയ്യേണ്ടി വരുന്നുണ്ട്? സൺലൈറ്റിന് അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ സൺലൈറ്റ് ഈ പാർട്ടിക്കിൾസിലെല്ലാം തട്ടി ഇറഗുലർ ആയിട്ടും പാർഷ്യൽ ആയിട്ടും പല പല ഡയറക്ഷനുകളിലേക്ക് ഡീവിയേറ്റ് ചെയ്യപ്പെടും. എങ്ങനെയാണ്? ഇറഗുലർ ആയിട്ട്, അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ടൊന്നുമല്ല, പാർഷ്യൽ ആയിട്ട് പല ഡയറക്ഷനുകളിലേക്ക് ഡീവിയേറ്റ് ചെയ്യപ്പെടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. അതെന്താണ് ശരിക്കും? അതൊരു ഡീവിയേറ്റ് ചെയ്ത് പോവാണ് സൺലൈറ്റിന്റെ പാത്ത് പല വഴികളിലേക്ക്, അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഡീവിയേറ്റ് ചെയ്ത് പോകണം. യു ക്യാൻ സീ ഇൻ ദ ഫിഗർ. നോക്ക്, സൺലൈറ്റ് സ്ട്രെയിറ്റ് വരാണ്, അത് എർത്തിന്റെ അറ്റ്മോസ്ഫിയറിലേക്ക് എൻ്റർ ചെയ്യുന്നതാണ് ഈ പോർഷൻ കാണിച്ചിട്ടുള്ളത്. നിറച്ച് പാർട്ടിക്കിൾസ് നിങ്ങൾക്ക് കാണാം, ആ കുത്തുകുത്തുകൾ. അത് കഴിഞ്ഞ് സൺലൈറ്റിന്റെ പാത്ത് നോക്ക് നിങ്ങൾ, പല വഴിയിലേക്ക് അതെങ്ങനെ ചെയ്ത് പോവാണ്? ഡീവിയേറ്റ് ചെയ്ത് പോവാണ്. അത് എന്തുകൊണ്ടാണ്? അറ്റ്മോസ്ഫിയറിൽ ഒരുപാട് പാർട്ടിക്കിൾസ് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. So, scattering is a irregular and partial directional deviation of light when it encounters particles in a medium. ഒരു മീഡിയത്തിലെ പാർട്ടിക്കിൾസിനെ എൻകൗണ്ടർ ചെയ്യുമ്പോൾ അത് ഇറഗുലർ ആയിട്ടും പാർഷ്യൽ ആയിട്ടും ഡീവിയേഷൻ നടക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം, സൺലൈറ്റ് കോമ്പോസിറ്റ് ലൈറ്റ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. കോമ്പോസിറ്റ് ലൈറ്റ് ആണ്. അതിൽ മെയിനായിട്ട് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, വെബ്ജിയോർ കളേഴ്സ് ഉണ്ട് അല്ലേ? ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, ഈ കളേഴ്സ് ഉണ്ട്. അതിൽ ഈ വയലറ്റിനും ഇൻഡിഗോ, ബ്ലൂ എന്നൊക്കെ പറയുന്നത് വേവ് ലെങ്ത് കുറഞ്ഞ സൈഡിലാണ്. നമ്മൾ അതിന് മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. വേവ് ലെങ്ത് കൂടിയത് ആർക്കാണ്? റെഡിനാണ്. നമ്മൾ റിഫ്രാക്ഷൻ, പ്രിസത്തിൽ കൂടെ കടന്നു പോകുമ്പോഴത്തെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? അപ്പൊ ഈ വേവ് ലെങ്ത് കുറഞ്ഞതായിട്ടുള്ള ആൾക്കാർ പെട്ടെന്ന് എന്ത് ചെയ്യും? പെട്ടെന്ന് അവർ സ്കാറ്ററിങ് അണ്ടർഗോ ചെയ്തിട്ട് പല വഴിക്ക് ചെതറിപ്പോവും. അപ്പോൾ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ കളേഴ്സ് സൺലൈറ്റിലുള്ളത് വേവ് ലെങ്ത് കുറഞ്ഞവരായതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും? കൂടുതൽ സ്കാറ്ററിങ് അണ്ടർഗോ ചെയ്യും. അവർക്ക് വേവ് ലെങ്ത് കുറവാണ്, അപ്പോൾ അവർ കൂടുതൽ സ്കാറ്ററിങ് പാർട്ടിക്കിൾസിന്റെ അടുത്ത് എത്തുമ്പോൾ കൂടുതൽ സ്കാറ്ററിങ് അണ്ടർഗോ ചെയ്യും. ഓക്കെ. റെഡ് ആണെങ്കിലോ നല്ല വേവ് ലെങ്ത് ആണ്. മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ റെഡിന്റെ വേവ് ലെങ്ത് ലോങ്ങർ ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ സ്കാറ്ററിങ് എങ്ങനെയായിരിക്കും? സ്കാറ്ററിങ് കുറവായിരിക്കും. അപ്പൊ റെഡിന് സ്കാറ്റേർഡ് ആവാതെ ഒത്തിരി ദൂരം അറ്റ്മോസ്ഫിയറിലൂടെ സഞ്ചരിക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ കളേഴ്സിന് വേവ് ലെങ്ത് കുറവായത് കൊണ്ട് തന്നെ അറ്റ്മോസ്ഫിയറിൽ പാർട്ടിക്കിൾസിനെ ഫേസ് ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും? അവർ സ്കാറ്റർ ചെയ്ത് പോകും. പക്ഷെ റെഡിന് കമ്പാരറ്റീവ്ലി വേവ് ലെങ്ത് കൂടുതലായതുകൊണ്ട് അതിന്റെ സ്കാറ്ററിങ് കുറവായിരിക്കും. റെഡ് എന്ന് പറയുന്നത് ലോങ്ങർ ഡിസ്റ്റൻസ്, ഒട്ടും സ്കാറ്ററിങ് തീരെ കുറവായിട്ട് ലോങ്ങർ ഡിസ്റ്റൻസ് അത് നല്ലതായിട്ട് അറ്റ്മോസ്ഫിയറിലൂടെ ട്രാവൽ ചെയ്യാനും പറ്റും. ഓക്കെ. ഇനി എന്തോരം സ്കാറ്റർ ചെയ്യുന്നു, അതിന്റെ എക്സ്റ്റെന്റ് ഓഫ് സ്കാറ്ററിങ് എന്ന് പറയുന്നത് ഒരെണ്ണം ലൈറ്റിന്റെ വേവ് ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു നമ്മളിപ്പോൾ പഠിച്ചു അല്ലേ? ലോങ്ങർ വേവ് ലെങ്ത് ഉള്ളത് തീരെ കുറവ് സ്കാറ്റർ ചെയ്യും, ഷോർട്ടർ വേവ് ലെങ്ത് ഉള്ളത് പെട്ടെന്ന് സ്കാറ്റർ ചെയ്ത് പോകും. അത് നമ്മൾ പഠിച്ചു. ഇനി അതല്ലാതെ അറ്റ്മോസ്ഫിയറിലുള്ള അല്ലെങ്കിൽ ഏത് മീഡിയത്തിലൂടെയാണോ പോകുന്നത് ആ മീഡിയത്തിലുള്ള പാർട്ടിക്കിൾസിന്റെ സൈസിനെ കൂടെ ആര് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? നമ്മളുടെ ഈ സ്കാറ്ററിങ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തോരം സ്കാറ്റർ ചെയ്യുന്നു എന്നുള്ളത് ഒന്ന് വേവ് ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു ലൈറ്റിന്റെ. രണ്ടാമത് ഏത് മീഡിയത്തിലൂടെയാണോ കടന്നു പോകുന്നത് ആ മീഡിയത്തിലുള്ള പാർട്ടിക്കിൾസിന്റെ സൈസിനെ കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പാർട്ടിക്കിൾസിന്റെ സൈസ് കൂടുമ്പോൾ എന്തും കൂടും? സ്കാറ്ററിങ്ങും കൂടും. ഇനി സൈസ് ഓഫ് ദി പാർട്ടിക്കിൾ ലൈറ്റിന്റെ വേവ് ലെങ്തിനേക്കാളും കൂടുതലാണെങ്കിൽ എല്ലാ കളേഴ്സിനെയും, ആ ലൈറ്റിലുള്ള കോമ്പോസിറ്റ് ലൈറ്റ് ആണെങ്കിൽ അതിലുള്ള എല്ലാ കളേഴ്സിനെയും അത് ഈക്വൽ ആയിട്ട് സ്കാറ്റർ ചെയ്യും. ഏത് കണ്ടീഷനിലാണ്? ഏത് മീഡിയത്തിലൂടെയാണോ കടന്നു പോകുന്നത് ആ മീഡിയത്തിലുള്ള പാർട്ടിക്കിൾസിന്റെ സൈസ് എന്ന് പറയുന്നത് നമ്മളുടെ ലൈറ്റിന്റെ വേവ് ലെങ്തിനേക്കാളും കൂടുതലാണെങ്കിൽ
ലൈറ്റിലുള്ള എല്ലാ കളേഴ്സിനെയും, കോമ്പോസിറ്റ് ലൈറ്റ് ആണെങ്കിൽ അതിലുള്ള എല്ലാ കളേഴ്സിനെയും ഈക്വൽ ആയിട്ട് അത് സ്കാറ്റർ ചെയ്യും. ഓക്കെ, നമുക്കൊന്നും കൂടെ എല്ലാം പറയാം. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ കളേഴ്സ് ഷോർട്ടർ വേവ് ലെങ്ത് ആയതുകൊണ്ട് അവർ കൂടുതൽ സ്കാറ്ററിങ് അണ്ടർഗോ ചെയ്യും അറ്റ്മോസ്ഫിയറിലെ പാർട്ടിക്കിൾസിനെ എൻകൗണ്ടർ ചെയ്യുമ്പോൾ. ഇനി റെഡിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ റെഡിന് റിലേറ്റീവ്ലി ലോങ്ങർ വേവ് ലെങ്ത് ആയതുകൊണ്ട് സ്കാറ്ററിങ് കുറവായിരിക്കും. ഓക്കെ, അപ്പൊ റെഡിന് എന്ത് ചെയ്യാൻ പറ്റും? ലോങ്ങർ ഡിസ്റ്റൻസ് അറ്റ്മോസ്ഫിയറിലൂടെ ട്രാവൽ ചെയ്യാൻ പറ്റും. ഇനി സ്കാറ്ററിങ്ങിന്റെ എക്സ്റ്റെന്റ് എന്തിനെ കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? പാർട്ടിക്കിളിന്റെ സൈസിനെ കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സൈസ് ഓഫ് ദി പാർട്ടിക്കിൾ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? പാർട്ടിക്കിളിന്റെ സൈസ് കൂടുമ്പോൾ സ്കാറ്ററിങ്ങിന്റെ ഇഫക്റ്റും കൂടും. ഇനി സൈസ് ഓഫ് ദി പാർട്ടിക്കിള് വേവ് ലെങ്തിനേക്കാളും കൂടുതലാണെങ്കിൽ, ലൈറ്റിന്റെ വേവ് ലെങ്തിനേക്കാളും കൂടുതലാണെങ്കിൽ സ്കാറ്ററിംഗ് എന്ന് പറയുന്നത് എല്ലാ കളേഴ്സിനും സെയിം ആയിരിക്കും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി അടുത്തത് ടിൻഡൽ ഇഫക്റ്റ് ആണ്. ടിൻഡൽ ഇഫക്റ്റ് എന്ന് പറയുന്നത് ലൈറ്റ് റേസ് ഒരു കൊളോയിഡൽ ലിക്വിഡ് അല്ലെങ്കിൽ ഒരു സസ്പെൻഷനിലൂടെ കടന്നു പോവാന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു കഞ്ഞിവെള്ളമോ അങ്ങനെ എന്തെങ്കിലൂടെ ലൈറ്റ് കൊളോയിഡൽ സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു സസ്പെൻഷനിലേക്കൂടെ കടന്നു പോവാന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിലുള്ള ടൈനി പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ, ഈ കഞ്ഞിവെള്ളത്തിലൊക്കെ ഉള്ള സസ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ടൈനി പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ ടൈനി പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? ഈ ലൈറ്റിനെ സ്കാറ്റർ ചെയ്യും. ഓക്കെ, ഈ ടൈനി പാർട്ടിക്കിൾസ് ലൈറ്റ് വന്ന് പതിക്കുമ്പോൾ ആ ലൈറ്റിനെ സ്കാറ്റർ ചെയ്തിട്ട് അതിന്റെ പാത്ത് നമുക്ക് വിസിബിൾ ആവും. അതിനെയാണ് നമ്മൾ ടിൻഡൽ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ലൈറ്റ് റേസ് ഈ കൊളോയിഡൽ ലിക്വിഡ് ഓർ സസ്പെൻഷനിലൂടെ കടന്നു പോകുമ്പോൾ അത് സ്കാറ്റർ ചെയ്ത് അതിന്റെ പാത്തിലുള്ള ടൈനി പാർട്ടിക്കിൾസിനെ നമുക്ക് വിസിബിൾ ആക്കി തരും. ലൈറ്റിന്റെ പാത്ത് നമുക്ക് വിസിബിൾ ആക്കി തരും. ഇതിനെയാണ് ടിൻഡൽ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇതിന് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. നമ്മളുടെ പഴയ വീട്, ഓടിട്ട വീടുകളാണെങ്കിൽ നമുക്കറിയാം, ഒരു നേരത്തെ പൊട്ടലൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വിടവുണ്ടെങ്കിൽ അതിൽ കൂടെ ഇങ്ങനെ വെള്ളമല്ല, നമ്മളുടെ ഈ സൺലൈറ്റ് അരിച്ചിറങ്ങുന്ന, മോർണിംഗിലാണെങ്കിലും എപ്പോഴാണെങ്കിലും ഡാർക്ക് റൂം ആണെങ്കിലും ആ സൺലൈറ്റ് അരിച്ചിറങ്ങുന്ന ആ പാത്ത് നമുക്ക് നല്ല വിസിബിൾ ആവും. അതിപ്പോൾ ഓടുവീട് തന്നെ ആവണമെന്നില്ല, സൺലൈറ്റിന്റെ ഒരു ഡയറക്ഷൻ നോക്കിയിട്ട് വാതിലിന്റെ ഉള്ളിലൂടെ ഗ്യാപ്പിലൂടെ ഒക്കെ ചില സമയത്ത് വരുന്നത്, അല്ലെങ്കിൽ ജനലിന്റെ ചില ഗ്യാപ്പിൽ കൂടെ ഒക്കെ ചില സമയത്ത് വരുന്നത്, ശരിക്കും അങ്ങനെ ആ പാത്ത് കറക്റ്റ് ആയിട്ട് വിസിബിൾ ആയിട്ട് അതിൽ കുറെ പാർട്ടിക്കിൾസ് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കാൻ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ വേറെ എക്സാമ്പിൾ എന്ന് പറയുന്നത് കാട് നിറച്ചു മരങ്ങളൊക്കെ ഉള്ള, അങ്ങനെ മരങ്ങൾ ഇങ്ങനെ കൂടി നിൽക്കണം, മേലാപ്പ് ഇങ്ങനെ മരങ്ങൾ ഇങ്ങനെ പച്ചവിരിച്ച് അറ്റ്മോസ്ഫിയർ കാണാൻ പറ്റാത്ത ഭാഗത്തിൽ നിൽക്കണം. അതിന്റെ ഇടയിൽ ഒരു കുഞ്ഞിലകളുടെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിൽ കൂടെ സൺലൈറ്റ് അരിച്ചിറങ്ങി വരുന്നത്, ആ പാത്തും നമുക്ക് വിസിബിൾ ആയിരിക്കും. അതൊക്കെ ടിൻഡൽ ഇഫക്റ്റ് ആണ്. ഓക്കെ, ഇനി ഈ ഇന്റൻസിറ്റി, സ്കാറ്ററിങ്ങിന്റെ ഇന്റൻസിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, അറ്റ്മോസ്ഫിയറിന്റെ കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സൈസ് ഓഫ് ദ പാർട്ടിക്കിളിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ തന്നെയാണ് കൊളോയിഡിലും അതെങ്ങനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യും? പാർട്ടിക്കിളിന്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യും. പാർട്ടിക്കിളിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്കാറ്ററിങ്ങിന്റെ ഇന്റൻസിറ്റിയും എന്ത് ചെയ്യും? കൂടുകയാണ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പോൾ ഒരു കൊളോയിഡ് അല്ലെങ്കിൽ സസ്പെൻഷനിലൂടെ ലൈറ്റ് കടന്നു വരുമ്പോൾ അവർ സ്കാറ്റർ ചെയ്ത് ടൈനി പാർട്ടിക്കിൾസ് വിസിബിൾ ആവും, ആ പാത്ത് വിസിബിൾ ആവും. അതിനെയാണ് ടിൻഡൽ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇന്റൻസിറ്റി, അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇപ്പോൾ കനോപ്പി ഓഫ് ഫോറസ്റ്റിൽ കൂടെ കാണുന്നത്, മേലാപ്പ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, കാടിന്റെ മേലാപ്പിലൂടെ ലൈറ്റ് അരിച്ചിറങ്ങുന്നത്, അതിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി ഇന്റൻസിറ്റി ഓഫ് ഈ സ്കാറ്ററിങ് എന്തിനെ? സൈസ് ഓഫ് ദ പാർട്ടിക്കിളിനെ ഡിപ്പെൻഡ് ചെയ്യും. അത് പാർട്ടിക്കിളിന്റെ സൈസ് കൂടുമ്പോൾ ഇന്റൻസിറ്റി ഓഫ് സ്കാറ്ററിങ്ങും എന്ത് ചെയ്യും? കൂടും. ഇനി ആകാശത്തിന് നീല കളർ. എങ്ങനെയാണ് ആകാശം നീല കളറിൽ കാണുന്നത്? നമുക്കറിയാം, സൺലൈറ്റ് ഭൂമിയിലേക്ക് എത്തുന്നതിന് മുൻപ് എർത്തിന്റെ അറ്റ്മോസ്ഫിയറിലൂടെ ട്രാവൽ ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ആർക്ക് വേവ് ലെങ്ത് കുറവാണ്? ഈ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ ആ റീജിയന് വേവ് ലെങ്ത് കുറവാണ് റെഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ അറ്റ്മോസ്ഫിയറിലുള്ള പാർട്ടിക്കിൾസുമായിട്ട് എൻകൗണ്ടർ ചെയ്യുമ്പോൾ ഈ ഷോർട്ടർ വേവ് ലെങ്ത് ആയിട്ടുള്ള ആൾക്കാർ, വേവ് ലെങ്ത് കുറഞ്ഞിട്ടുള്ള വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ ഒക്കെ എന്ത് ചെയ്യും? അവർ സ്കാറ്റർ ചെയ്ത് ആകാശത്ത് സ്പ്രെഡ് ആവും. ഓക്കെ, അപ്പൊ എന്താണ്? സൺലൈറ്റിന് അറ്റ്മോസ്ഫിയർ കടന്നിട്ട് വേണം എർത്തിലേക്ക് എത്താനായിട്ട്. അപ്പോൾ അതിൽ വരുമ്പോൾ അവിടെ പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ പാർട്ടിക്കിൾസ് ഷോർട്ടർ വേവ് ലെങ്ത് ആയിട്ടുള്ള വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ കളേഴ്സിനെ സ്കാറ്റർ ചെയ്യും. ഓക്കെ, അപ്പൊ റിസൾട്ടന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ കളർ സ്കാറ്റർ ചെയ്യുമ്പോൾ ആകാശം നമുക്ക് നീല കളറിൽ കാണും. അതാണ് സംഭവിക്കുന്നത്. സോ ദ സ്കൈ അപ്പിയേഴ്സ് ബ്ലൂ. ഇനി അടുത്തത്, അപ്പോൾ ഒരു ചോദ്യം വരാം, എന്തുകൊണ്ടാണ് ഈവനിങ് ടൈമിൽ നമ്മൾ ആകാശം ഒരു ഓറഞ്ച് കളറിലൊക്കെ, റെഡിഷ് ഓറഞ്ച് കളറിലൊക്കെ കാണുന്നത് അല്ലേ? അതെ, ഓറഞ്ച് കളറിലാണ് നമുക്ക് ആകാശം കാണാൻ പറ്റുന്നത്. അതെന്തുകൊണ്ടായിരിക്കും? ഈവനിങ് ടൈമിൽ നമുക്കറിയാം ഭൂമി തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പൊ ഈവനിങ് ടൈമിൽ സണ്ണിന്
അല്ലെങ്കിൽ സൺ റേസിന് ഭൂമിയിലേക്ക് എത്താനായിട്ട് നൂണിൽ നിങ്ങൾ നോക്ക്, നമ്മുടെ തൊട്ട് തലയുടെ മേലെ ഇതുപോലെ ആയിരിക്കും ഹെഡ്, ഓവർ ദ ഹെഡ് ആയിരിക്കും ആരുണ്ടാവുക, സൺ ഉണ്ടാവുക. പക്ഷെ ഈവനിങ് ആൻഡ് മോർണിംഗ് ടൈമിൽ ഹൊറിസോണിന്റെ എന്ന് വെച്ചാൽ ചക്രവാളത്തിന്റെ ഈ ഭാഗത്തായിട്ടായിരിക്കും സൺ ഉണ്ടാവുക. ഭൂമി തിരിയുന്നത് കൊണ്ടാണത്. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കമ്പാരറ്റീവ്ലി നിങ്ങൾക്ക് ഈ പടത്തിൽ തന്നെ നോക്കിയാൽ കാണാം, എന്ത് ചെയ്യണം, സൺലൈറ്റിന് ഇവിടെ ഡിസ്റ്റൻസ് കുറവ് മതി. പക്ഷെ ഇവിടെ നമ്മളിലേക്ക് എത്താനായിട്ട് ഡിസ്റ്റൻസ് എന്ത് കൂടുതൽ ട്രാവൽ ചെയ്യണം? സൺലൈറ്റ് കൂടുതൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യേണ്ടി വരും. കൂടുതൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യേണ്ടി വരുമ്പോൾ ആദ്യത്തെ ഭാഗത്ത് തന്നെ ഷോർട്ടർ വേവ് ലെങ്ത്തുകളൊക്കെ സ്കാറ്റർ ചെയ്തു പോകും. അത് കഴിഞ്ഞ് പിന്നെയും അറ്റ്മോസ്ഫിയറിൽ കുറച്ചും കൂടെ ദൂരം സഞ്ചരിക്കേണ്ടി വരികയാണ്. അപ്പം എന്ത് ചെയ്യും? ലോങ്ങർ വേവ് ലെങ്ത്തും സ്കാറ്റർ ചെയ്യും. അപ്പൊ ആദ്യമേ ഷോർട്ടർ വേവ് ലെങ്ത് സ്കാറ്റർ ചെയ്ത് പോയതുകൊണ്ട് അത് നമ്മൾ കാണില്ല. പക്ഷെ പിന്നെ ലേറ്റർ ആയിട്ട് സ്കാറ്റർ ചെയ്യുന്ന ലോങ്ങർ വേവ് ലെങ്ത് ആയിട്ടുള്ള റെഡ് റീജിയൻ, ആ റീജിയനിലുള്ള ഓറഞ്ച് റെഡ് ഭാഗങ്ങളെയാണ് നമ്മൾ ആകാശം അങ്ങനെ ഒരു റെഡ് കളറായിട്ട് കാണാൻ കാരണമാവണേ. അപ്പൊ എന്താണ്, ഈവനിങ് ആൻഡ് മോർണിംഗ് ടൈമിൽ നൂണിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സൺലൈറ്റിന് നമ്മളിലേക്ക് എത്താനായിട്ട് എർത്തിന്റെ അറ്റ്മോസ്ഫിയറിലൂടെ കുറച്ച് കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരികയാണ്. അപ്പൊ ഷോർട്ടർ വേവ് ലെങ്ത് ഓൾറെഡി സ്കാറ്റർ ചെയ്ത് പോകും, പിന്നെ ലോങ്ങർ വേവ് ലെങ്ത്തും കൂടെ സ്കാറ്റർ ചെയ്യും ലേറ്റർ ആയിട്ട്. അപ്പോൾ ലോങ്ങർ വേവ് ലെങ്ത് സ്കാറ്റർ ചെയ്ത് ചെയ്യുമ്പോൾ ആ ലോങ്ങർ വേവ് ലെങ്തിനെയാണ് നമ്മൾ ആകാശത്തിന്റെ കളറായിട്ട് കാണുന്നത്. ലോങ്ങർ വേവ് ലെങ്ത് റീജിയൻ ആരാണ്? റെഡും അതുപോലെ തന്നെ റെഡ് ഓറഞ്ച് പാർട്ടൊക്കെയാണ് അല്ലേ. അപ്പൊ ഇവര് സ്കാറ്റർ ചെയ്ത ആകാശം നമ്മൾ എങ്ങനെ കാണാണ്? ആ റെഡ് ഓറഞ്ച് കളറിൽ കാണാണ്. ഇനി അടുത്തത് ഐ ആൻഡ് വിഷൻ. കാഴ്ചയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സഹായിക്കുന്നത് ഡെഫിനറ്റ്ലി നമ്മുടെ കണ്ണാണ് അല്ലേ. അപ്പോൾ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കിയേ, നമ്മളുടെ ഈ ഒരു കണ്ണ് വെച്ചിട്ട് അകലെയുള്ള വസ്തുക്കളെയും അടുത്തുള്ള വസ്തുക്കളെയും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അടുത്തുള്ള വസ്തുവിനെ കാണുമ്പോൾ ഞാൻ എൻ്റെ കണ്ണിൽ ലെൻസ് മാറ്റി വെക്കുന്നു, അകലെയുള്ളതിനെ നോക്കുമ്പോൾ ഞാൻ എൻ്റെ കണ്ണിന്റെ ലെൻസ് മാറ്റി വെക്കുന്നു? ഇല്ല. ഒരേ ലെൻസ് വെച്ചിട്ട് തന്നെ എനിക്ക് അകലെയുള്ളതിനെയും കാണാൻ പറ്റുന്നുണ്ട്, അടുത്തുള്ളതിനെയും കാണാൻ പറ്റുന്നുണ്ട്. എന്ത് മാജിക്കലാണല്ലേ ശരിക്കും നമ്മളുടെ കണ്ണിന്റെ ഒരു പ്രവർത്തനം എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ അല്ലേ. അതെന്താ, കണ്ണിന്റെ ഉള്ളിലുള്ള ലെൻസിന് നമ്മൾ നോക്കുന്നതിനനുസരിച്ചിട്ട് അതിന്റെ ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കറക്റ്റ് അല്ലേ? ഇപ്പൊ ശരിക്കും അകലെയുള്ള ഒരു സാധനത്തിന് ക്ലിയർ ആയിട്ട് കിട്ടണമെങ്കിൽ വേറൊരു ഫോക്കൽ ലെങ്ത് യൂസ് ചെയ്യണം, അടുത്തുള്ളതിനെ കിട്ടണമെങ്കിൽ വേറൊരു ഫോക്കൽ ലെങ്ത് ആണ് വേണ്ടത്. പക്ഷേ ഈ ഒരേ കണ്ണിൽ ഒരേ ലെൻസ് വെച്ചിട്ട് അകലെയുള്ളതിനെയും അടുത്തുള്ളതിനെയും ഒക്കെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതെന്തായിരിക്കും? നമ്മളുടെ കണ്ണിന്റെ ഉള്ളിലുള്ള ലെൻസിന്റെ ഫോക്കൽ ലെങ്തിനെ നമ്മൾ നോക്കുന്ന ഒബ്ജക്റ്റിന്റെ പൊസിഷൻ അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. ആ ഒരു കേപ്പബിലിറ്റിനെയാണ് നമ്മൾ പവർ ഓഫ് അക്കമഡേഷൻ എന്ന് പറയുന്നത്. ഏത് ഒബ്ജക്റ്റിനെ ആയാലും അടുത്തുള്ളതിനെ ആയാലും അകലെയുള്ളതിനായാലും കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് നമ്മുടെ റെറ്റിനയാണ് സ്ക്രീൻ ഓഫ് ദ ഐ എന്ന് പറയുന്നത്. ആ റെറ്റിനയിലേക്ക് പതിപ്പിക്കാനുള്ള നമ്മുടെ കണ്ണിന്റെ ഒരു കേപ്പബിലിറ്റി ഉണ്ട്, എബിലിറ്റി ഉണ്ട് നമ്മുടെ കണ്ണിലെ ലെൻസിന്റെ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ഇതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് പാർട്സ് നമ്മുടെ കണ്ണിന്റെ ഉള്ളിലുണ്ട്. കണ്ണിന്റെ ഉള്ളിലുള്ള സീലിയറി മസിൽസ് എന്ന് പറഞ്ഞ ആൾക്കാരാണ് നമ്മുടെ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ ഈ ലെൻസ് എന്ന് പറയുന്നത് റിജിഡ് ആയിട്ടുള്ള ഒരാളല്ല, അത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആളാണ്. ഓക്കെ, ഞാൻ അനങ്ങാതെ നിൽക്കുന്നു പറയുന്ന ഒരാളല്ല, ഫ്ലെക്സിബിൾ ആണ്. അത് ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് തന്നെ സീലിയറി മസിൽസിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നു, അതിന്റെ ഫോക്കൽ ലെങ്തിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നു. ഈ സീലിയറി മസിൽസ് കോൺട്രാക്ട് ചെയ്യാന്ന് വിചാരിക്കുക. കോൺട്രാക്ട് ചെയ്യുമ്പോൾ ലെൻസിന്റെ കർവേച്ചർ കൂടും, അപ്പൊ എന്ത് ചെയ്യും? ഫോക്കൽ ലെങ്ത് കുറയും. അപ്പൊ കുറഞ്ഞ ഫോക്കൽ ലെങ്ത്തിൽ കാണണമെങ്കിൽ അങ്ങനെ. ഇനി കൂടിയ ഫോക്കൽ ലെങ്ത് ആകുമ്പോൾ സീലിയറി മസിൽസ് റിലാക്സ് ചെയ്യും, ലെൻസിന്റെ കർവേച്ചർ കുറയും. അങ്ങനെ അതിനനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്കിതൊന്ന് ഒന്ന് വായിച്ചു നോക്കാം. അപ്പോൾ ഒബ്ജക്റ്റ് ഡിഫറെന്റ് പൊസിഷനിൽ വെക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? വെൻ ദ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് ഡിഫറെന്റ് പൊസിഷൻസ് ടു ഗെറ്റ് എ ക്ലിയർ ഇമേജ് ഓഫ് ദ സെയിം പൊസിഷൻ ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ് മസ്റ്റ് ബി അഡ്ജസ്റ്റഡ് അക്കോർഡിംഗ്ലി. ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യണം. പല പൊസിഷനിൽ, പല ദൂരത്തുള്ള ആൾക്കാരെ നോക്കുമ്പോൾ, പല പൊസിഷനിലുള്ള ആൾക്കാരെ നോക്കുമ്പോൾ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യണം. ഇത് എങ്ങനെയാ പോസിബിൾ ആവുന്നത്? ദിസ് ഈസ് മെയ്ഡ് പോസിബിൾ ബൈ ചേഞ്ചിങ് ദ കർവേച്ചർ ഓഫ് ദ ലെൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സീലിയറി മസിൽസ്. സീലിയറി മസിൽസ് ലെൻസിന്റെ കർവേച്ചറിനെ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെ ഓരോ ഒബ്ജക്റ്റിനെ നോക്കുന്നതിനനുസരിച്ച് ഫോക്കൽ ലെങ്ത് മാറ്റും. ഇനി സീലിയറി മസിൽസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ ലെൻസിന്റെ കർവേച്ചർ എന്ന് പറയുന്നത് കൂടും, ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് കുറയും. അപ്പൊ നമ്മളുടെ ഈ കണ്ണിനുള്ള ഈ ഒരു കഴിവ്, ദ എബിലിറ്റി ഓഫ് ദി ഐ ടു ചേഞ്ച് ദ കർവേച്ചർ ഓഫ് ദ ലെൻസ്, ലെൻസിന്റെ കർവേച്ചറിനെ ചേഞ്ച് ചെയ്ത് ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ റെറ്റിനേമ തന്നെ ആ ഇമേജ് ഫോം ചെയ്യിക്കാനുള്ള ഏത് ഒബ്ജക്റ്റ്, ഏത് പൊസിഷനിലുള്ള ഒബ്ജക്റ്റ് ആണെങ്കിലും കണ്ണിലുള്ള ലെൻസിന്റെ കർവേച്ചർ ചേഞ്ച് ചെയ്ത്
ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഏത് പൊസിഷനിലുള്ള ഒബ്ജക്റ്റ് ആണെങ്കിലും അതിന്റെ ഇമേജിനെ റെറ്റിനേമ തന്നെ ഫോം ചെയ്യിക്കാനുള്ള നമ്മുടെ കണ്ണിന്റെ എബിലിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ദ എബിലിറ്റി ഓഫ് ദ ഐ ടു ചേഞ്ച് ദ കർവേച്ചർ ഓഫ് ദ ലെൻസ് ആൻഡ് അഡ്ജസ്റ്റ് ദ ഫോക്കൽ ലെങ്ത് സോ ദാറ്റ് ദ ഇമേജ് ഓഫ് ദി ഒബ്ജക്റ്റ് ഓൾവേസ് ഫോൾസ് ഓൺ ദ റെറ്റിന. റെറ്റിനേമ തന്നെ നമ്മളുടെ ഈ ഇമേജ് ഫോം ചെയ്യാനായിട്ടുള്ള നമ്മുടെ കണ്ണിന്റെ ഒരു കപ്പാസിറ്റീനെ, അതിനെയാണ് നമ്മൾ പറയുന്നത് പവർ ഓഫ് അക്കോമഡേഷൻ. ഇനി നമ്മളുടെ കണ്ണിന് ഒരു പോയിന്റിന്റെ ഇപ്പുറത്തേക്ക് കുറെ അടുത്തേക്ക് നമ്മൾ വരികയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല. ഒരു മിനിമം പോയിന്റ് ഉണ്ട്, ഒരു നിയർ പോയിന്റ് ഉണ്ട് കണ്ണിന്. അത് വെച്ചാൽ ഒരു മിനിമം ഡിസ്റ്റൻസിൽ വെച്ചാലാണ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അതിലും കൂടുതൽ ഉള്ളിലേക്ക് കണ്ണിന്റെ അടുപ്പിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ മിനിമം ഡിസ്റ്റൻസ്, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഐക്ക് മിനിമം ഡിസ്റ്റൻസ്, ക്ലിയർ വിഷൻ പോസിബിൾ ആക്കുന്ന ഏറ്റവും മിനിമം ഡിസ്റ്റൻസ് 25ആണ്. 25 താഴേക്ക് വരാണ് 20, 19 ഒക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് അതൊന്നും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ ഏത് ഹെൽത്തി ആയുള്ള ആൾക്കാണെങ്കിലും അത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. അപ്പൊ ദ നിയറസ്റ്റ് പോയിന്റ് അറ്റ് വിച്ച് an object can be seen clearly, ഒരു ഒബ്ജക്റ്റിനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നിയർ പോയിന്റ് എന്ന് പറയുന്നത്. ഒരു ഹെൽത്തി ഐക്ക് മിനിമം ഡിസ്റ്റൻസ് ഫോർ ക്ലിയർ വിഷൻ എത്രയാണ്, 25 സെന്റിമീറ്റർ ആണ്. ഇനി ഫാർത്തസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാലോ, ഏറ്റവും അകലെയുള്ള പോയിന്റ്, നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഏറ്റവും അകലെയുള്ള ആ ഫാർ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ദ ഫാർത്തസ്റ്റ് പോയിന്റ് അറ്റ് വിച്ച് ആൻ ഒബ്ജക്റ്റ് ക്യാൻ ബി സീൻ ക്ലിയർലി ഈസ് എ ഫാർ പോയിന്റ്. ഏറ്റവും അകലെയുള്ള നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും, എത്ര വേണേലും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഹ്യൂമൻ ഐക്ക്, അത് ഇൻഫിനിറ്റി ആണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് ഐ ഡിഫക്ട്സ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിന് വരുന്ന ചില ഡിഫക്റ്റുകൾ. ഓക്കെ, ഷോർട്ട് സൈറ്റഡ്നെസ് അല്ലെങ്കിൽ മയോപ്പിയ ആണ് നമ്മളുടെ ആദ്യത്തെ ഐ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ചില ആൾക്കാർക്ക് അടുത്തുള്ള സംഭവങ്ങളെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും, പക്ഷെ എന്ത് കാണാൻ പറ്റില്ല, അകലെയുള്ള ആൾക്കാരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. ആ ഒരു ഐ ഡിഫക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഷോർട്ട് സൈറ്റഡ്നെസ് എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഇമേജ് സാധാരണ റെറ്റിനേമലല്ലേ ഫോം ചെയ്യുക, പക്ഷെ ഇത് റെറ്റിനേമയ്ക്ക് എത്തില്ല. എന്ത് ചെയ്യും, റെറ്റിനയുടെ മുന്നിൽ വന്ന് ഫോം ചെയ്യും. റെറ്റിനേമ ഇമേജ് ഫോം ചെയ്യാതെ റെറ്റിനയുടെ മുന്നിൽ വന്ന് ഇമേജ് ഫോം ചെയ്യും. ഇപ്പൊ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാൻ പറ്റുന്നതാ, ഇവിടെയാണ് വന്ന് ഫോം ചെയ്യേണ്ടത്, അല്ലാണ്ട് റെറ്റിനേമലല്ല. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾക്ക് ഈ ഐ ഡിഫക്റ്റ് ഉണ്ടാവുന്നത്. ഇതിനെ നമുക്കിനി എങ്ങനെ ക്ലിയർ ചെയ്യിക്കാം, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഷോർട്ട് സൈറ്റഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ദേ ക്യാൻ സീ ദ നിയർ ബൈ ഒബ്ജക്ട്സ് ക്ലിയർലി, അടുത്തുള്ള ആൾക്കാരെ ക്ലിയർ ആയിട്ട് കാണാം, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല, അകലെയുള്ളതിനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. ഈ ഐ ഡിഫക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഷോർട്ട് സൈറ്റഡ്നെസ് അല്ലെങ്കിൽ മയോപ്പിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇത് ക്ലിയർ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് ശരിക്കും എനിക്ക് ഷോർട്ട് സൈറ്റഡ്നെസ് ഉള്ള ഒരാളാണ്. അപ്പൊ കോൺകേവ് ലെൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്യൂട്ടബിൾ പവർ ഉള്ള, ഓരോരുത്തരുടെ ഡിഫക്റ്റിനനുസരിച്ച് സ്യൂട്ടബിൾ ആയിട്ടുള്ള പവർ ഉള്ള കോൺകേവ് ലെൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഐ ഡിഫക്റ്റിനെ നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് ഈ ഡിഫക്റ്റ് വരാനായിട്ട് കാരണം എന്നാണ് ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടാണ്, എക്സസീവ് കർവേച്ചർ ഓഫ് ദ ഐലൻഡ്, ഐലൻഡ്സിന് ആവശ്യത്തിലധികം കൂടുതൽ കർവേച്ചർ, അല്ലെങ്കിൽ എന്തായിരിക്കാം കാരണം, ഐബോളിന്റെ എലോങ്ങേഷൻ, ഐബോൾ വലുതായിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഐലൻഡ്സ് കൂടുതലായിട്ട് അതിന്റെ വക്രം, ആ എന്താ പറയാ, വളവും തിരിവൊക്കെ ഉണ്ടാവുമല്ലോ, കർവേച്ചർ ഉണ്ടാവും ലെൻസിന്റെ, അത് കൂടുതലാവുന്നതും അതുപോലെ തന്നെ ഐബോൾ ഭയങ്കര വലുതായിട്ടിരിക്കുന്നതും ഒക്കെ ആയിരിക്കും ഈ ഡിഫക്റ്റിന് കാരണമായിട്ട് ഉണ്ടാവുന്നത്. ഏത് ലെൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ചെയ്യാൻ പറ്റും, കോൺകേവ് ലെൻസ്. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ലൈറ്റ് റേസ് വരുന്നു, ഇവിടെ വെച്ച് അവർ കൺവേർജ് ചെയ്യണം, അപ്പൊ ഇമേജ് ഇവിടെ ഫോം ചെയ്യണം. നമുക്ക് എവിടെ ഫോം ചെയ്യണം, റെറ്റിനേമലാണ് ഫോം ചെയ്യേണ്ടത്. അപ്പൊ നമ്മളൊരു കോൺകേവ് ലെൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതേ കറക്റ്റ് റെറ്റിനേമ ഇമേജ് ഫോം ചെയ്യിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അതാണ് മയോപ്പിയ അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റഡ്നെസ്. അടുത്തുള്ളത് ക്ലിയർ ആയിട്ട് കാണാം, പക്ഷെ അകലെയുള്ളത് കാണാൻ പറ്റില്ല. ചെറിയ കുട്ടികൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ യങ് ഏജ് ആയിട്ടുള്ള ഗ്രൂപ്പിനൊക്കെ കൂടുതൽ വരുന്നത് ഈ ഷോർട്ട് സൈറ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തത് ലോങ് സൈറ്റഡ്നെസ് അല്ലെങ്കിൽ ഹൈപ്പർ മെട്രോപ്പിയ എന്ന് പറയും. അതാണ് ലോങ് സൈറ്റഡ്നെസ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും അത്, ലോങ് സൈറ്റഡ്നെസ് എന്ന് പറയുമ്പോൾ നമുക്ക് അടുത്തുള്ളതിനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. നിങ്ങൾ ആ വാക്ക് വെച്ച് കൺഫ്യൂസ് ചെയ്യരുത്. ഷോർട്ട് സൈറ്റഡ്നെസ് എന്ന് പറയുമ്പോൾ എന്താണ്, അകലെയുള്ളത് കാണാൻ പറ്റില്ല. ലോങ് സൈറ്റഡ്നെസ് എന്ന് പറയുമ്പോൾ അടുത്തുള്ളതിനെ കാണാൻ പറ്റില്ല. ഓക്കെ, അടുത്തുള്ളതിനെ കാണാൻ പറ്റില്ല, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അകലെയുള്ളതിനെ വ്യക്തമായിട്ട് കാണാൻ പറ്റും.
സം പീപ്പിൾ ക്യാൻ സീ ഡിസ്റ്റന്റ് ഒബ്ജക്ട്സ് ക്ലിയർലി. അകലെയുള്ളതിനെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും, പക്ഷെ അടുത്തുള്ളതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. അതിനെയാണ് എന്ത് പറയുന്നത്, ലോങ് സൈറ്റഡ്നെസ് എന്ന് പറയുന്നത്. ലോങ് സൈറ്റഡ്നെസ്, അകലെയുള്ളതിനെ എനിക്ക് നന്നായി കാണാൻ പറ്റും, ലോങ് സൈറ്റഡ്നെസ്. അപ്പൊ ആരെ കാണാൻ പറ്റില്ല, അടുത്തുള്ളതിനെ കാണാൻ പറ്റില്ല. അങ്ങനെ വിചാരിക്കാം. പേര് സൂചിപ്പിക്കുന്ന സ്ഥലത്തിന് നമുക്ക് കാണാൻ പറ്റും. ലോങ് സൈറ്റഡ്നെസ് എന്ന് പറയുമ്പോൾ ലോങ്ങർ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റും, പക്ഷെ അടുത്തുള്ളതിനെ കാണാൻ പറ്റില്ല. ഷോർട്ട് സൈറ്റഡ്നെസ് എന്ന് പറയുമ്പോൾ എന്താണ്, അടുത്തുള്ളവരെ കാണാൻ പറ്റും, പക്ഷെ അകലെയുള്ള ആൾക്കാരെ കാണാൻ പറ്റില്ല. ഓക്കെ, കൺഫ്യൂസ്ഡ് ആവാതെ അത് കൃത്യമായിട്ട് ഓർത്ത് വെക്കാം. ഇനി ഇതിൽ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നുണ്ടാവാം, റീസൺ നമുക്ക് നോക്കാം. നോക്കിയേ, ഇതിന്റെ ഇമേജ് ഫോം ചെയ്യുന്നത് റെറ്റിനയുടെ പുറകിലായിരിക്കും. നമ്മൾ അടുത്തുള്ളതിനെ നോക്കുമ്പോൾ റെറ്റിനയുടെ പുറകിൽ പോയിട്ട് എന്ത് ചെയ്യും, ഇമേജ് ഫോം ചെയ്യും. സ്ക്രീനിൽ ഫോം ചെയ്യാതെ തൊട്ട് പുറകിൽ പോയിട്ട് ഫോം ചെയ്യും. അപ്പൊ നമുക്ക് ഇമേജ് ക്ലിയർ ആവില്ല. ഇപ്പൊ ചില പ്രായമായിട്ടുള്ള ആൾക്കാർ പത്രമൊക്കെ അകത്തി പിടിച്ച് വായിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കാരണം എന്താ, അവർക്ക് അടുത്ത് പിടിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല, അപ്പൊ അവർ അകത്തി കൊണ്ടുപോയിട്ടായിരിക്കും വായിക്കുന്നുണ്ടാവുക. അങ്ങനെയുള്ള ആൾക്കാർക്കുള്ള ഡിഫക്റ്റ് എന്താണ്, ലോങ് സൈറ്റഡ്നെസ് ആണ്. നോർമലി ഇത് ഇച്ചിരി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരിലാണ് നമ്മൾ കാണാം. ഏജ്ഡ് എന്ന് വെച്ചാൽ ഭയങ്കര ഏജ്ഡ് അല്ല ഉദ്ദേശിക്കുന്നത്, എന്നാലും പ്രായം കുറഞ്ഞവരിൽ ലോങ് സൈറ്റഡ്നെസ് കാണുന്നത് കുറവാണ് ചാൻസ്. എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാവാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോക്കൽ ലെങ്ത്, ഐ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് ഭയങ്കര കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഐബോള് ഭയങ്കര ചെറുതായിരിക്കും. ഫോക്കൽ ലെങ്ത് ഭയങ്കര കൂടുക, ഐ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കൂടുക, അല്ലെങ്കിൽ ഐബോള് ഭയങ്കര ചെറുതാവുക. ഈ രണ്ട് കാരണങ്ങളിൽ ഏതെങ്കിലും ഒന്നുകൊണ്ടായിരിക്കും എന്തുണ്ടാവുന്നത്, ഈ ലോങ് സൈറ്റഡ്നെസ് ഉണ്ടാവുന്നത്. ഇനി ലോങ് സൈറ്റഡ്നെസ് നമുക്ക് എന്ത് വെച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റും, കോൺവെക്സ് ലെൻസ്, സ്യൂട്ടബിൾ പവർ ഉള്ള കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ലോങ് സൈറ്റഡ്നെസ് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നോക്കുക, പുറകിലാണ് ഫോം ചെയ്യുന്നത്, ഒരു കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്തപ്പോൾ കറക്റ്റ് റെറ്റിനേമ ഇമേജ് ഫോം ചെയ്തു. ഓക്കെ, അപ്പോൾ അകലെയുള്ളതിനെ കാണാൻ പറ്റും, അടുത്തുള്ളതിനെ കാണാൻ പറ്റാത്ത ഐ ഡിഫക്റ്റ് ആണ് ലോങ് സൈറ്റഡ്നെസ് അല്ലെങ്കിൽ ഹൈപ്പർ മെട്രോപ്പിയ. അത് നമുക്ക് കോൺവെക്സ് ലെൻസ്, സ്യൂട്ടബിൾ പവർ ഉള്ള കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തൊരു ഡിഫക്റ്റ് ആണ് പ്രസ്ബയോപ്പിയ എന്ന് പറയുന്നത്. ചില ഓൾഡർ ആയിട്ടുള്ള ആൾക്കാർ, പ്രായം കൂടുതലുള്ള ആൾക്കാരിൽ ഡിസ്റ്റൻസ് ടു ദ നിയർ പോയിന്റ്, അവർക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന മിനിമം ഡിസ്റ്റൻസ് 25 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞു, ഹെൽത്തി ആയിരിക്കും. പക്ഷെ ചില പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് ഈ നിയർ പോയിന്റ് എന്ന് പറയുന്നത് 25 സെന്റിമീറ്ററിലും കൂടുതലായിരിക്കും. അതെന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സീലിയറി മസിൽസ് പ്രായമാകുമ്പോൾ വീക്കാവുമ്പോൾ അതിന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയും. ഓക്കെ, നമ്മൾ നോക്കുന്ന ഒബ്ജക്റ്റിന്റെ ദൂരം അനുസരിച്ച് ഫോക്കൽ ലെങ്ത് അല്ലെങ്കിൽ ലെൻസിന്റെ കർവേച്ചറിന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി സീലിയറി മസിൽസിന് കുറയും. അപ്പൊ കണ്ണിന്റെ പവർ സ്വാഭാവികമായിട്ടും കുറയും, പവർ ഓഫ് അക്കോമഡേഷൻ കുറയും. അതിനെയാണ് പ്രസ്ബയോപ്പിയ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, ചില പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് അവരെ സീലിയറി മസിൽസിന്റെ എഫിഷ്യൻസി കുറയുന്നത് കൊണ്ട് തന്നെ കണ്ണിന്റെ പവർ ഓഫ് അക്കോമഡേഷൻ കുറയാണ്. പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ദൂരെയുള്ള ഏത് പൊസിഷനിൽ ഇരിക്കുന്ന ഒബ്ജക്റ്റിനെയും നോക്കുന്നതിനനുസരിച്ച് കണ്ണിലുള്ള ലെൻസിന്റെ കർവേച്ചർ അഡ്ജസ്റ്റ് ചെയ്ത് ഫോക്കൽ ലെങ്ത് മാറ്റാൻ പറ്റുന്ന കണ്ണിന്റെ കപ്പാസിറ്റിനെയാണ് പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് പോസിബിൾ ആക്കുന്ന ആളാണ് ഈ സീലിയറി മസിൽസ്. അപ്പൊ സീലിയറി മസിൽസിന്റെ എഫിഷ്യൻസി കുറയുമ്പോൾ പവർ ഓഫ് അക്കോമഡേഷനും കുറയാണ്. ആ ഒരു ഡിഫക്റ്റിനെയാണ് നമ്മൾ പ്രസ്ബയോപ്പിയ എന്ന് പറയുന്നത്. ഒരു കാര്യം നോട്ട് ചെയ്യാനുള്ളത്, ഇത് കൂടുതൽ കാണുന്നത് വയസ്സായിട്ടുള്ള ആൾക്കാരിലാണ്. ഓക്കെ, ഇനി അടുത്തതാണ് ലൈറ്റ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് പൊല്യൂഷൻസ്, വാട്ടർ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ അറ്റൻഷൻ വേണ്ടതുമായിട്ടുള്ള ഒരു പൊല്യൂഷനാണ് ലൈറ്റ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. ലൈറ്റ് പൊല്യൂഷൻ റെഫേഴ്സ് ടു ദ ക്രിയേഷൻ ഓഫ് ആർട്ടിഫിഷ്യൽ ലൈറ്റ് ഇൻ എക്സസീവ് എമൗണ്ട് ആൻഡ് ഇൻറ്റൻസിറ്റി. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലൈറ്റുകൾ എന്ന് വെച്ചാൽ നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന ലൈറ്റുകൾ ഉപയോഗിച്ചിട്ട് ആവശ്യത്തിലധികം പ്രകാശം ഉണ്ടാക്കുക, അതും ഭയങ്കര ഇൻറ്റൻസിറ്റിയിലും ആവശ്യത്തിന് കൂടുതൽ പ്രകാശം ഉണ്ടാക്കുന്ന ആ സിറ്റുവേഷനെയാണ് നമ്മൾ ലൈറ്റ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ആവശ്യത്തിലും കൂടുതൽ എന്തുണ്ടാക്കിയാലും അത് പൊല്യൂഷൻ ആണല്ലേ. സൗണ്ട് ആണെങ്കിൽ ആവശ്യത്തിലധികം ഉണ്ടാക്കിയ സൗണ്ട് പൊല്യൂഷൻ, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ആവശ്യത്തിലധികം ആയത് പ്ലാസ്റ്റിക് പൊല്യൂഷൻ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാതിരുന്നാൽ അത് പൊല്യൂഷൻ ആണല്ലേ. സെയിം. അപ്പോൾ നമ്മൾ ലൈറ്റ് ആവശ്യത്തിലധികമായിട്ട് ആർട്ടിഫിഷ്യൽ ലൈറ്റ് ഇൻറ്റൻസിറ്റിയിലും എമൗണ്ടിലും ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ലൈറ്റ് പൊല്യൂഷൻ എന്ന് പറയുന്നത്.
ഇനി ആർട്ടിഫിഷ്യൽ ലൈറ്റ് അഡ്വേഴ്സ്ലി എഫക്ട്സ് ദ റീപ്രൊഡക്ഷൻ ആൻഡ് പ്രഡേഷൻ ഓഫ് മെനി നൊക്ടേണൽ ആനിമൽസ്. രാത്രി സമയങ്ങളിൽ കാഴ്ചശക്തിയും ജീവിക്കുന്നതായിട്ടുള്ള ആനിമൽസ് ഉണ്ടല്ലേ, കണ്ണ് കാണാൻ പറ്റുന്നതും രാത്രി സമയങ്ങളിൽ ആക്റ്റീവ് ആകുന്നതായിട്ടുള്ള ആനിമൽസ് ഉണ്ട്. അവരുടെ റീപ്രൊഡക്ഷനെയും അതുപോലെ തന്നെ എര പിടിക്കുന്നതിനെയും ഒക്കെ എന്ത് എഫക്റ്റ് ചെയ്യും? ഈ ആർട്ടിഫിഷ്യൽ ലൈറ്റ് എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ വവ്വാല്, മൂങ്ങ തുടങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ രാത്രി ആക്റ്റീവ് ആവുന്നവരാണ്. അപ്പോൾ ഇവരുടെ പ്രത്യുൽപാദനം, അവരുടെ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്ന പ്രോസസ്സ് റീപ്രൊഡക്ഷൻ, അതുപോലെ തന്നെ പ്രഡേഷൻ, എര പിടിക്കുക എന്നുള്ളതും, ഇതിനെയൊക്കെ ഈ ആർട്ടിഫിഷ്യൽ ലൈറ്റ് എഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ എക്സസ് ഓഫ് ആർട്ടിഫിഷ്യൽ ലൈറ്റ് അഡ്വേഴ്സ്ലി എഫക്ട്സ് നാച്ചുറൽ ആക്ടിവിറ്റീസ്, മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് ഓഫ് ഹ്യൂമൻസ്. അതുപോലെ തന്നെ മനുഷ്യന്മാരുടെ നോർമലായിട്ട് നടക്കുന്ന ആക്ടിവിറ്റീസ്, അവരുടെ മെന്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത്, ഇതിനെയൊക്കെ ആർട്ടിഫിഷ്യൽ ലൈറ്റ് ആവശ്യത്തിലധികം ഉണ്ടാവുകയാണെങ്കിൽ അത് അഫക്റ്റ് ചെയ്യും. പിന്നെന്താണ്, അതുപോലെ രാത്രി യാത്രകൾ ബുദ്ധിമുട്ടാക്കും. കൂടുതൽ ലൈറ്റ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്കറിയാം, ഒരു ഹെഡ് ലൈറ്റ് തന്നെ ആവശ്യത്തിലധികം ലൈറ്റ് ഉപയോഗിച്ചിട്ടാണ് വരുന്നതെങ്കിൽ വണ്ടിയുടെ, നമുക്ക് രാത്രി ആക്സിഡന്റ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്ക് കണ്ണിലേക്ക് ആ ലൈറ്റ് അടിച്ചിട്ട് ഒന്നും കാണാൻ പറ്റില്ല. ഈ സെയിം സിറ്റുവേഷൻ എപ്പോഴും സംഭവിക്കും. അപ്പോൾ നൈറ്റ് ഡ്രൈവ് തന്നെ ഡിഫിക്കൽട്ട് ആക്കും. ഇനി ആസ്ട്രോണമിക്കൽ ഒബ്സർവേഷൻസ്, മാന നിരീക്ഷണങ്ങളൊക്കെ നടക്കുന്നത് രാത്രിയാണ് അല്ലെ. നമുക്ക് തടസ്സമില്ലാതെ എല്ലാം കാണാൻ പറ്റുന്നത് രാത്രി. ആ ആകാശം ക്ലിയർ ആയിട്ട് നമുക്ക് വിസിബിൾ ആവുന്നതും, ഭൂമിയിൽ ലൈറ്റ് കുറവാണ്, ഇരുട്ടുണ്ട്, അതുകൊണ്ടാണ് നക്ഷത്രങ്ങൾ കാണുന്നത്. പകല് കാണുന്നില്ലല്ലോ ഇവരെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെയും അഫക്റ്റ് ചെയ്യും. നൈറ്റ് സ്കൈ ഒബ്സർവേഷനെയും അഫക്റ്റ് ചെയ്യും. പിന്നെ ലൈറ്റ് ഫ്രം മൾട്ടി സ്റ്റോറേജ് ഫ്ലാറ്റ്സ് മിസ്ലീഡ് മൈഗ്രേറ്ററി ബേർഡ്സ്. അതുപോലെ ബഹുനില കെട്ടിടങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഫ്ലാറ്റുകൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള ലൈറ്റുകൾ മൈഗ്രേറ്റ് ചെയ്യുന്ന പക്ഷികളുണ്ടല്ലോ, ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ചിട്ട് ഓരോ രാജ്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഓരോ കോണ്ടിനെന്റിൽ നിന്നും വേറെ കോണ്ടിനെന്റിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്യുന്ന പക്ഷികളുണ്ട്. ഇങ്ങനെയുള്ള പക്ഷികളെ മിസ്ലീഡ് ചെയ്യുകയും ചെയ്യും. അപ്പം മൊത്തത്തിൽ ഒരു നാച്ചുറൽ ഹാർമോണി, നേച്ചറിലുള്ള ആൾക്കാർ, അതിൻ്റെ റീപ്രൊഡക്ഷൻ, ജീവിതം, എല്ലാത്തിനെയും അഫക്റ്റ് ചെയ്യും. ഏതൊരു പൊല്യൂഷൻ പ്രകൃതിനെ അഫക്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ലൈറ്റ് പൊല്യൂഷനും നേച്ചറിനെ ഹാംഫുൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ അഫക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് ഈ ചാപ്റ്ററിൽ ഒരു ലാസ്റ്റ് ടോപ്പിക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും കമൻസിൽ ചോദിക്കണം. നിങ്ങളുടെ സജഷൻസും എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്താണെങ്കിൽ അതും പറയണം. താങ്ക് യു സോ മച്ച്.